വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, സുവേന്ദു അധികാരി ബംഗാളിൽ ബി.ജെ.പി മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ആദ്യം നടപ്പിലാക്കാൻ പോകുന്ന 10 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഇന്ന് രാവിലെ അത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം വന്ന ഒരു വലിയ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാൾ അതിർത്തിയിൽ മുള്ളുവേലി കെട്ടാനുള്ള, അതായത് ഫെൻസിങ് കൊണ്ടുവരാനുള്ള എല്ലാ നീക്കങ്ങളും പൂർത്തിയായി വരുന്നു. ഈ 10 കാര്യങ്ങളിൽ ഏകദേശമുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ സ്ത്രീ സുരക്ഷയുണ്ട്, ഈ അതിർത്തി സംരക്ഷണമുണ്ട്, ഈ അവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പദ്ധതികളുണ്ട്, അങ്ങനെ ഒരുപാട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. തീവ്രവാദത്തിനെ തടുക്കാനുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്ന കാര്യങ്ങളുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. അപ്പോ ഈ ബംഗാളിൽ ബി.ജെ.പി അധികാരത്തിലേക്ക് എത്തി എന്ന് ഉള്ള ആ ഒരു സാഹചര്യത്തിനെ ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് പല പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ബംഗ്ലാദേശിന്റെ ഇപ്പോഴുള്ള പ്രധാനമന്ത്രി ഇപ്പോ ബംഗാളിനെ വിരട്ടുകയാണ്. അയാൾ പറയുന്നത് മുള്ളുവേലിയെ ഞങ്ങൾ ഭയപ്പെടില്ല എന്നാണ് അയാൾ പറയുന്നത്. ബംഗാളിൽ ബി.ജെ.പി അധികാരത്തിൽ വന്നത് വലിയ തിരിച്ചടിയായി പോയി ബംഗ്ലാദേശിന് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. യഥാർത്ഥത്തിൽ എന്താണ് ബംഗാളിൽ ബി.ജെ.പി പയറ്റിയ തന്ത്രം? കാരണം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പോലും ഞെട്ടിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ കൊടികെട്ടിയ മാധ്യമ പ്രവർത്തകർ പോലും ബംഗാൾ മമത പിടിക്കും എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് കൃത്യമായിട്ടിരുന്നത്. പിന്നെ ഇവർക്കിപ്പോ അനലൈസിംഗ് പവർ ഒക്കെ പോയി. കേരളത്തിൽ ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത്. അറ്റ്ലീസ്റ്റ് അവർക്ക് ഇത്രയും ഒരു UDF സുനാമി വരാൻ പോകുന്നു എന്ന് പോലും അറിയാത്തൊരു മാധ്യമ പ്രവർത്തകനാണുള്ളത്. പക്ഷെ ഈ ത്രിപുരയിലൊക്കെ ബി.ജെ.പി കൊണ്ടുവന്ന ആ ഒരു തന്ത്രം, അത് അതിഗംഭീരമായിട്ട് പണ്ട് മുതൽ ബിജുചേട്ടൻ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിലൊക്കെ ചെയ്തിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് ത്രിപുരയിൽ ബി.ജെ.പിയുടെ ആ തന്ത്രം എല്ലായിടത്തും, ത്രിപുര മാത്രമല്ല എല്ലായിടത്തും വളരെ സമഗ്രമായിട്ട് ചെയ്തിടുന്ന കണ്ടിട്ടുണ്ട്. അന്ന് ഞാനത് കണ്ടിട്ട് എനിക്ക് വളരെ അറിവ് തന്ന ഒരു വീഡിയോ കൂടിയായിരുന്നു അതെന്ന് പറയുന്നത്. നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ ഇപ്പോഴും അത് കാണും. ഒന്ന് ബാക്കിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് പറ്റും. അപ്പൊ ആ സമാനമായ രീതിയിൽ ബംഗാളിൽ യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ കോർ ഐഡിയ അല്ലെങ്കിൽ കോർ സ്ട്രാറ്റജി എന്തായിരുന്നു? നമ്മുടെ രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങളിലും ബി.ജെ.പി എങ്ങനെയാണ് വന്നതെന്നും വളർന്നതെന്നുള്ളതിനെ കുറിച്ച് സമഗ്രമായിട്ട് ഞാൻ ഒരു 2 വർഷം മുമ്പ് ഓരോ സംസ്ഥാനം, ത്രിപുര മാത്രമല്ല, ജാർഖണ്ഡ്, അസാം, അങ്ങനെ ഓരോ സംസ്ഥാനത്തിനും സമഗ്രമായിട്ട് ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ത്രിപുര എനിക്ക് തോന്നുന്നു 1 വർഷം 1.5 വർഷം മുമ്പ് വീണ്ടും പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ട് പറഞ്ഞു ഈ ത്രിപുര ഒന്നുകൂടി ഇടണമെന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ ഇട്ടു. പക്ഷെ ഇനി അത് ഇടാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് ഈ പഴയ വീഡിയോ വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഇടാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർ അത് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ, അധികം ഒന്നും സ്ക്രോൾ ചെയ്യണ്ട, ത്രിപുര എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വാർത്തകൾ വരും. ആ കൂട്ടത്തിൽ ഈ വാർത്ത കാണും. ഒരു 10 മിനിറ്റേ ഉള്ളത്. അപ്പൊ അന്ന് ആ സമയത്ത് ഞാൻ ബംഗാളും ചെയ്തിരുന്നു. ബംഗാളിൽ ബി.ജെ.പി അധികാരത്തിൽ വരുന്നത് ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു പ്രേക്ഷകർക്ക് വേണ്ടി. വരുന്നതും ഇപ്പോൾ ബി.ജെ.പി നടത്തിയ ഒരു സൈലന്റ് ഓപ്പറേഷനായിരുന്നു. ഓട്ടോക്കാരെയും ബ്യൂട്ടീഷ്യന്മാരെയും പച്ചക്കറി കടക്കാരെയും മാത്രം വെച്ചുകൊണ്ട് ഒരു ജീവി അറിയാതെ ബി.ജെ.പിയും RSSും വെസ്റ്റ് ബംഗാളിൽ ഒരു വമ്പൻ ഓപ്പറേഷൻ നടത്തി. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ തെരഞ്ഞെടുപ്പില്. ഒരാളും അറിഞ്ഞില്ല, മമത അറിഞ്ഞതേ ഇല്ല. അത് എങ്ങനെയാണ് നടത്തിയെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ അനാലിസിസ് ചെയ്യുന്നത്. അതിനു മുമ്പ് വെസ്റ്റ് ബംഗാളിൽ എങ്ങനെയാണ് ബി.ജെ.പി വന്നത് ഞാൻ 1-2 വരികൾ പറഞ്ഞു പോകാം. സമഗ്രമായിട്ട് പറയാൻ സമയമില്ല. കാരണം അത് നമ്മുടെ മുൻ എപ്പിസോഡിൽ വളരെ വിശദമായിട്ട് എല്ലാ സംസ്ഥാനം ചെയ്തിട്ട് അത് ആവശ്യമുള്ളവർ താഴോട്ട് പോയി സ്ക്രോൾ ചെയ്താൽ അത് ആ വീഡിയോ കാണാൻ പറ്റും. ബംഗാളിൽ 1964 നക്സൽബാരിയിലാണ് ആദ്യമായിട്ട് സംഘം എത്തുന്നത് RSS എന്നുള്ള പേരിലല്ല. അവിടെ ഒരു സേവാ ഗ്രൂപ്പായിട്ടാണ് എത്തുന്നത്, സേവനം ചെയ്യുന്നത്. നക്സൽബാരി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇന്ത്യയിലെ നക്സലുകളുടെ കളിത്തൊട്ടിലാണ്, നക്സലുകളുടെ സ്വർഗമാണ്, മജുംദാറിന്റെ ഒക്കെ കേന്ദ്രമാണ്. അവിടെ നിന്നാണ് ഈ നക്സലിസം ഇന്ത്യയിലേക്ക് പടർന്ന് പന്തലിക്കുന്നത്. അവിടെ ഒരു സ്കൂൾ ആരംഭിച്ചുകൊണ്ട്, അതൊരു ചെറിയൊരു സ്കൂൾ ആരംഭിച്ചുകൊണ്ട് ആണ് തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ട് അതിന് നക്സലുകൾ എതിർത്തില്ല. കാരണം അവർക്കിത് മനസ്സിലായില്ല, ഇത് RSS ആണോ അല്ലെന്ന് മനസ്സിലായില്ല. ശരിയാണ്, അവരുടെ നാട്ടിലൊരു സ്കൂളോ കാര്യങ്ങളോ ഇല്ല. പ്രത്യേകിച്ച് ഈ ആണുങ്ങളൊന്നും മിക്കവാറും അവിടെ കാണത്തില്ല. ഇവന്മാര് പണി ഈ വെടിവെട്ടിക്കലും ഈ നക്സലിസമാണല്ലോ. സ്ത്രീകളെ സംബന്ധിച്ച് അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ തൊഴിലിനൊക്കെ പോയാൽ ജീവിക്കാൻ പറ്റും. അപ്പൊ കുട്ടികളെ കൊണ്ടുവന്ന് ആക്കാനൊരിടം, നമ്മുടെ ഇപ്പോഴത്തെ ആണെങ്കിൽ ഡേ കെയർ എന്നൊക്കെ പറഞ്ഞാൽ ഈ കുട്ടികളെ പഠിപ്പിക്കുക ആകാം, ഇതാകാം. അപ്പൊ ഇവർ ഭക്ഷണവും കൊടുക്കും, ഈ സ്കൂളുകാർ ഭക്ഷണവും കൊടുക്കും, പഠിപ്പിക്കുന്നു. അപ്പം ആളുകൾക്ക് വലിയ സന്തോഷമായി. അതിനുശേഷം ഇവരൊരു കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഇവരൊരു ഹോസ്പിറ്റൽ തുടങ്ങി. അപ്പോൾ അപ്പോഴും വലിയ സന്തോഷമായി. കാരണം ആശുപത്രി അവിടെ ഇത് ഈ നക്സലുകൾ എന്തിനാൻ വേണ്ടിയിട്ടാണ് പോരാടുന്നത്? വലിയ ജനങ്ങൾക്ക് വലിയ സുഖം അല്ലെങ്കിൽ വലിയ സുഭിക്ഷത ഇതിന് വേണ്ടിയിട്ടാണല്ലോ ഇവർ തോക്കെടുക്കുന്നത്. എന്നാൽ ഇവരുള്ള സ്ഥലത്ത് എന്താണ് പട്ടിണിയും കൊടുമ്പട്ടിണിയും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത രീതിയിൽ ജനങ്ങളെ ആക്കിയിരിക്കുകയാണ്. അവിടെയാണ് ഈ ഹോസ്പിറ്റൽ വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞു. അങ്ങനെ വലിയ സ്വീകാര്യത ഇവർക്ക് അവിടെ കിട്ടുന്നു. 2014 ഇവർ അറിയുന്നത് RSSന്റെ ആണ്. ഇത് ഞാനല്ല പറഞ്ഞത്, മജുംദാറിന്റെ മകൻ ഇന്ത്യ ടുഡേക്ക് നൽകിയ ഇന്റർവ്യൂവിൽ വളരെ വിശദമായി തന്നെ അദ്ദേഹം ഇത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഞെട്ടിപ്പോയി. 2014 ബി.ജെ.പി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് ഈ സ്കൂളിന്റെ വാർഷികം നടക്കുക, അതിന് മുഖ്യ അതിഥിയായിട്ട് വരുന്നത് അമിത്ഷായ.
അപ്പോഴാണ് അവരറിയുന്നത് ഇത് RSSന്റെ സ്കൂളായിരുന്നു, ഇങ്ങനെയാണ് ഇത് ഇവിടെ തുടങ്ങിയത് എന്നുള്ളത്. അപ്പോഴത്തേനും ഈ നക്സലുകളൊക്കെ തീർന്നല്ലോ, കമ്മ്യൂണിസ്റ്റൊക്കെ പോയി. അവിടെ ചെങ്കൊടി മാത്രമേ പാറത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു ഇടമായിരുന്നു. പിന്നീട് അവിടെ കമ്മ്യൂണിസ്റ്റുകളുടെ കോട്ടയും ഒക്കെ ആയിരുന്നു. ഇന്നിപ്പോ അവിടെ തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു 3 തെരഞ്ഞെടുപ്പുകൾ, ഈ തെരഞ്ഞെടുപ്പ് ഭയങ്കര ഭൂരിപക്ഷം നക്സൽ ഭരി, ഈ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പ്, ഈ 3 തെരഞ്ഞെടുപ്പിലും അടുപ്പിച്ച് BJP ജയിച്ചിപ്പോൾ. അപ്പൊ അതിനുശേഷം അങ്ങനെയാണ് ബംഗാളിൽ തുടങ്ങുന്നത്. ഇനി ഇപ്പോഴത്തെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ബംഗാളിൽ സമഗ്രമായി നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. ബംഗാളൊക്കെ സെർച്ച് ചെയ്താൽ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ തന്നെ കിട്ടും. അല്പം പുറകോട്ട് പോകണമെന്നേ ഉള്ളൂ. ഇനി ഇപ്പോൾ എന്താണ് അവർ ചെയ്തതെന്ന് വെച്ചാൽ ഈ ത്രിപുരയിൽ ചെയ്ത അതേ മോഡൽ തന്നെയാണ് ഇവിടെയും ചെയ്തത്. ത്രിപുരയിൽ എങ്ങനെയാണ് BJP വളർന്നതെന്ന് ചോദിച്ചാൽ അതും ഞാൻ ചുരുക്കി പറയാം, വിശദമായിട്ടും അതിലുണ്ട്. ഈ ത്രിപുരയില് ഈ സുനിൽ ദത്തോത്രേ, എന്റെ ഫേസ്ബുക്കിൽ ഞാൻ അദ്ദേഹമായിട്ടിരിക്കുന്ന ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. സുനിൽ ദത്തോത്രയായിട്ട് അദ്ദേഹത്തിനാണ് ഫുൾ ചാർജ് കൊടുത്തിരുന്നത് വെസ്റ്റ് ത്രിപുരയുടെ. അദ്ദേഹത്തോട് പറഞ്ഞ് എങ്ങനെയാണ് ത്രിപുര പിടിക്കണം, അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അതിനു മുമ്പ് തന്നെ സംഘത്തിന്റെ ഈ വനവാസി കല്യാൺ സംഘ് പോലെയുള്ള സംഘടനകൾ വളരെ ശക്തമായി തന്നെ അവിടെ ഈ ആദിവാസി വിഭാഗങ്ങൾക്കിടയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. വേറുണ്ട്. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം ത്രിപുരയിൽ CPM സമ്മതിക്കത്തില്ല, കൊന്നുകളായി, പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല, അതേ രീതിയാണ്. അങ്ങനെ ഈ ഇദ്ദേഹം സുനിൽ ദത്തോത്രയെ കണ്ടെത്തിയ ഒരു വലിയ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള വാഹനങ്ങൾ, ട്രെയിനായാലും ബസ്സായാലും ത്രിപുരയിലേക്ക് വരുന്ന വാഹനങ്ങൾ കയറിയിട്ട് ലഘുലേഖകളുണ്ട്, സർക്കാരിന്റെ അഴിമതിയുള്ള, പാർട്ടി വെക്കരുത്, അല്ല താഴെ BJP എന്നില്ല, RSS ഒന്നുമില്ല, വെറുതെ ഒരു ലഘുലേഖ അടിക്കും. ഈ നാട്ടിൽ നടക്കുന്ന അഴിമതികൾ, സ്ത്രീ പീഡനം, ഇതിന്റെ എല്ലാം കൂടെ ഒരു വാർത്ത എടുക്കുക, ട്രെയിനിൽ കയറുക, ഇല്ലെങ്കിൽ വാഹനത്തിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഈ പെട്ടെന്ന്, അതായത് ഇപ്പൊ ഞാനിത് കയറി, എനിക്കിപ്പോ ഇറങ്ങേണ്ട അടുത്ത സ്റ്റോപ്പ് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാനിത് ഭയങ്കരമായി വിതരണം ചെയ്യും. ബസ് വെച്ചിട്ട് ഇരിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് നൊടിയിടയ്ക്കുള്ള വിതരണം ചെയ്യുക. അവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പ് ഇറങ്ങുമ്പോൾ മുങ്ങുക. ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ, അങ്ങോട്ട് പോകുന്ന ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ചങ്ങല വലിക്കുക, വഴി ചാടുക. ബസ് സ്റ്റാൻഡ് ആണെന്നുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഇത് കൊടുക്കുക, ബസ് സ്റ്റാൻഡിൽ നിന്ന് മുങ്ങുക. കാരണം കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലും അവര്. കാരണം അവിടെ രാഷ്ട്രീയ പ്രവർത്തനം CPM അനുവദിക്കാറേ ഇല്ല. അവരുടെ ഒരു വലിയ ഭരണം പോലെയാണത്. പിന്നെ ഇത് ചെയ്തിരുന്നതാണ്. അങ്ങനെ കൊടുത്തു. ജനങ്ങൾക്കിടയിൽ വലിയ അവയർനെസ് ഉണ്ടാക്കിയെടുത്തവര്. ഈ സംസ്ഥാന സർക്കാർ വലിയ അഴിമതിയാണ്, എന്തൊക്കെ അഴിമതിയാണ് അവർ നടത്തുന്നത് എന്നുള്ളതിൽ വലിയ അവയർനെസ് ഉണ്ടാക്കാൻ കഴിയും. പിന്നീട് ഒരു സുപ്രഭാതത്തിലാണ് BJP ഒറ്റ ദിവസം കൊണ്ടാണ് BJP എന്ന് പറയുന്നത് പ്രത്യേക പാർട്ടി അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ആ വീഡിയോയിലുണ്ട്, അതുകൊണ്ട് ഇതിൽ പറയുന്നില്ല. ഇനി ബംഗാളിലേക്ക് വരാം. കറണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങളിലേക്ക് വരാം. ബംഗാളിലേക്ക് വരുമ്പോഴത്തേന് അവർ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് അവർ ഈ ഓട്ടോക്കാരെ ഇതിനു വേണ്ടി 50,000 ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയാണ് ഇതിനു വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്തത്. ഈ ഓട്ടോക്കാരുടെ അവർ പറഞ്ഞു ഒരിക്കലും രാഷ്ട്രീയം പറയരുത്, പകരം നിങ്ങളുടെ ഓട്ടോറിക്ഷയിൽ കയറിയിരിക്കുന്ന ആളുകളോട് പറയണം നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. കാരണം ആ നാട്ടിൽ ബംഗാൾ അറിയാമല്ലോ, എന്നും പ്രശ്നമാണ്. അവിടുത്തെ അങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ കണ്ടില്ലേ, വിലക്കയറ്റമല്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം. അപ്പുറത്ത് നോക്കൂ, ബീഹാർ നോക്കൂ, UP നോക്കൂ, എന്ത് വികസനം. ഇത് പറയുക, ഒരിക്കലും പാർട്ടി പറയരുത്. ഇത് പറയുമ്പോഴത്തേന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ വണ്ടി കയറിയിരിക്കുന്ന കസ്റ്റമറോട് ഞാൻ സംസാരിക്കുന്നത് കസ്റ്റമർക്ക് ഇഷ്ടമല്ലെങ്കിലല്ലേ ഇതിൽ. ബ്യൂട്ടി പാർലർ കേന്ദ്രീകരിച്ച് ഈ നോർത്തിൽ ഒരുപാട് ബ്യൂട്ടി പാർലർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും, നമ്മുടെ ഈ കേരളത്തിലേക്ക് ഉള്ളതൊക്കെ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സാധനം. അങ്ങനെയൊന്നുമല്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ കൊച്ചൊരു മുറിക്കകത്തൊക്കെ അത്യാവശ്യം ചെറിയ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള നമ്മൾ ബ്യൂട്ടി പാർലർ തന്നെയാണ് പറയുന്നത്. ഇതിനൊക്കെയുള്ള വലിയ സംവിധാനം സെറ്റപ്പ് ഒന്നും ഇല്ല, ആളുകളുടെ അത്രയും പൈസയൊന്നും ഇല്ലല്ലോ. അപ്പോ അവിടെ വരുന്ന പെൺകുട്ടികളടുത്ത് പറയുന്നത് RG കാറിലെ ബലാത്സംഗത്തെക്കുറിച്ച്, സന്ദേശകാരിലെ ബലാത്സംഗത്തെക്കുറിച്ചൊക്കെയാണ് അവരോട് സംസാരിക്കുന്നത്. നമുക്ക് സുരക്ഷയുണ്ടോ, സ്ത്രീ സുരക്ഷയുണ്ടോ? പുറത്തോട്ട് കഴിഞ്ഞാൽ ശരിയാണ്, പുറത്തോട്ട് കഴിഞ്ഞാൽ ഇപ്പം പിള്ളേരെ കാണാൻ പോലും ഇല്ല, തട്ടിക്കൊണ്ടുപോകും, ബലാത്സംഗം ചെയ്യും, കൊന്നുകളയും. ഇതല്ലേ അവസ്ഥ എന്ന രീതിയിൽ അവര് പച്ചക്കറി കടക്കാര്, പലചരക്കടക്കാര്, ഇവിടെ ഒന്നും രാഷ്ട്രീയമേ പറയുന്നില്ല. ഇത് BJP വോട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല, BJP ആണെന്ന് പറയുന്നില്ല, വേറെ ഒന്നും പറയുന്നില്ല. പകരം ഭരണവിരുദ്ധത കൃത്യമായി തന്നെ. ഇത് ഇവിടെ സഖാക്കൾ പണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഒക്കെ അവർ അല്ലറ ചില്ലറയാക്കി ഈ മെത്തേഡ് ഉപയോഗിക്കാറുള്ളത്. ഈ മെത്തേഡ് ബംഗാളിൽ വ്യാപകമായി ഉപയോഗപ്പെടുത്തി. ഇത് കേരളം ചെയ്യാറുള്ളതാണ്. സുഡാപ്പികളും ചെയ്യാറുണ്ടായിരുന്നു, ഇവരും ചെയ്യും. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ധനുഷ്, ഈ കാളവാല് വെക്കുമ്പോഴേ. കാരണം നമ്മൾ ഈ പണി കഴിഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വ്യാപകമായി പോകുന്നു. മമത അറിയുന്നില്ല ഈ കാര്യങ്ങളൊന്നും തന്നെ. കാരണം മമതയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പൊ ഞാൻ ധനുഷിനെ കാണുമ്പോൾ ഞാൻ ധനുഷിന് പറഞ്ഞു ഇത് സംസാരിക്കുന്നു, നമ്മൾ തമ്മിൽ വേറെ പല കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്, സിനിമയെ കുറിച്ചൊക്കെ ആയിരിക്കും സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നു, ധനുഷ് എന്താണ് ഈ തിരുവനന്തപുരത്തിന്റെ അവസ്ഥ? ഇങ്ങനെ ഇതൊരു നാറിയ ഭരണമല്ലേ ഇത്? ഇത് ഒരു ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ധനുഷിന്റെ മനസ്സിലേക്ക് ഞാൻ ഒരു വിത്തിട്ടിട്ട് പോവുക ചെയ്യുന്നത്. കഴിയുമ്പോൾ ധനുഷ് ചിന്തിക്കും ശരിയാണെന്ന്. ഇങ്ങനെ 10,000-കണക്കിന് 50,000 ഓട്ടോക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ വണ്ടി സവാരി ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ലക്ഷക്കണക്കിന് പേര് വരില്ലേ? ഇതെല്ലാം വളരെ വിധം സർക്കുലേറ്റ് ചെയ്തു. അതായത് ഒരു നോട്ടീസ് പോലും അടിക്കാതെ, ഒരു ബാനർ വെക്കാതെ, ഒരു പ്രതിഷേധ പ്രകടനം നടത്താതെ, ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാതെ, ഇതെല്ലാം രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് ആണ് ഇത് കൂടുതൽ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞതിന് ശേഷം അതിനുശേഷമാണ് റിപ്പബ്ലിക് ബംഗ്ലാ വരുന്നത്, റിപ്പബ്ലിക് ചാനലിന്റെ ബംഗ്ലാ പതിപ്പ് വരുന്നത്. അതായത് ലാസ്റ്റ് ടൈമിന് അവരോട് ഇറക്കിയതാണത്.
കാരണം പിന്നെ ബംഗാളിന്റെ വാർത്ത അപ്പോഴത്തേനും ബംഗാൾ ഏതാണ്ടൊക്കെ മമതയുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു പരുവത്തിലേക്ക് എത്തി. കാരണം അതിന് മാത്രം കാരണം വെറുതെ കുറ്റം പറയുന്നല്ലോ, ഉള്ള കാര്യങ്ങളാണ് ജനങ്ങളെ അറിയിക്കുന്നത്. അത് അറിയാത്തവരെ കൂടെ അറിയിച്ചു കൊടുത്തുള്ളൂ. ആ വമ്പൻ ഓപ്പറേഷൻ ആ സൈലന്റ് ആയിട്ട് നടന്നത്. അതിന് മൈക്രോ മീറ്റിംഗ്സ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഒരാൾ മാത്രമല്ല, അതായത് നമ്മൾ സാധാരണ ഈ പ്രചരണത്തിന് സെലിബ്രിറ്റികളല്ലേ ഇറക്കുന്നത്, താരങ്ങളെ, മമ്മൂട്ടി, മോഹൻലാൽ, ഇല്ലെങ്കിൽ പിന്നെ അമിത്ഷാ വരുന്നു, മോദി വരുന്നു, ഇതൊക്കെ താരപ്രചാരകരാണ്, സെലിബ്രിറ്റികളാണ്. സുരേഷ് ഗോപി വരുന്നു, ഇതൊക്കെ ഇത് താരപ്രചാരകരല്ല, താഴെത്തട്ടിലാണ് താരപ്രചാരകർ. ഈ ഓട്ടോറിക്ഷക്കാർ, അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടത്തുന്നവർ, പലചരക്ക് കച്ചവടക്കാർ, പച്ചക്കറി കച്ചവടക്കാർ, മീൻ കച്ചവടക്കാർ, ഇവരൊക്കെയാണ് താരപ്രചാരകരായിട്ട് മാറിയത്. കാരണം ഒരാൾ വിചാരിച്ച 10 വോട്ടിലേക്ക് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും. എല്ലാവരും ഇൻഫ്ലുവൻസറാണ് ഈ ലോകത്ത്. അല്ലാതെ ഈ യൂട്യൂബിൽ വന്നിരുന്നിട്ട് തള്ളുന്നവർ മാത്രമല്ല ഇൻഫ്ലുവൻസർ, പകരം എല്ലാവരും ഇൻഫ്ലുവൻസറാണ്. എനിക്കും ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും, ഈ പ്രേക്ഷകർക്കും ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും. നമ്മൾ 10 പേരെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരാളെങ്കിലും നമ്മൾ പറയുന്നത് മനസ്സിലാക്കും, അല്ലെങ്കിൽ മനസ്സിൽ വെക്കും എന്താണ് എന്നുള്ളത്. അപ്പം ആ ഇൻഫ്ലുവൻസറെ അവർ കൃത്യമായി തന്നെ യൂട്ടിലൈസ് ചെയ്തു. ഇതാണ് മമതയുടെ അടിത്തറ ഇളക്കാനായിട്ട് BJP ചെയ്തൊരു ഓപ്പറേഷൻ. അതിലവർ വിജയിച്ചു എന്നുള്ളതാണ്. കാരണം സൈലന്റ് ആയിട്ട് നടന്ന ഇതിനെ തിരിച്ചറിയാൻ പ്രയാസമാണ്, തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ പോലും തിരിച്ചറിയാൻ പറ്റില്ല. ഇതിന് പക്ഷെ കോർഡിനേഷൻ കൃത്യമായിട്ട് ഉണ്ടാകണം, കോർഡിനേഷൻ ഉണ്ടാകും. അതിനുശേഷമാണ് ഈ ബൂത്ത് കമ്മിറ്റികൾ സജീവമാകുന്നത്. ഈ ബൂത്ത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നത് ഒരു 4-5 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു തോന്നുന്നു. ഈ എപ്പിസോഡ് നമ്മുടെ അമിത്ഷാ നടത്തിയ അമിത്ഷായുടെ വിശദമായിട്ട് പറഞ്ഞു. ബംഗാളിനെ കുറിച്ച് സമഗ്രമായിട്ട് ബുക്കും മൂലം എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ഈ ഓപ്പറേഷനെ കുറിച്ചാണ് പറഞ്ഞത്. RSSന്റെ 1,70,000 യോഗങ്ങളാണ് ഇത്ര വർഷത്തിലേക്ക് അവിടെ നടന്നത്, ചെറിയ ചെറിയ കുടുംബ യോഗങ്ങൾ. അതിനെ റാലി എന്നാണ് നമ്മൾ പറയുന്നത്. റാലി എന്ന് പറയുമ്പോൾ ഈ മോദി വരുന്നതിന് ആ ഒരു കണ്ണുകൊണ്ട് എല്ലാവരും കാണുന്നത്. അത്രയും പേര് പങ്കെടുത്ത റാലി അങ്ങനെയല്ല, 5 പേര് ഒരു വീട്ടിൽ വന്ന് 5 പേര് 10 പേരുള്ള റാലികൾ, ഇത്രയും ഒരു കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഇതാണ് ബംഗാളിന്റെ മമതയുടെ തട്ടകം ഇളക്കി മറിക്കാൻ BJP ചെയ്ത ഒരു വലിയ തന്ത്രം. ഇത്രയും അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു പാർട്ടി, ഇത്രയും മിഷണറി ഉള്ള ഒരു പാർട്ടി, ആ പാർട്ടിയെ തകർക്കാൻ ഇന്ന് ഇന്ത്യയിൽ ഏത് പാർട്ടിക്ക് പറ്റും? ആർക്കും പറ്റത്തില്ല. കോൺഗ്രസിന് പറ്റുമോ? അവർക്ക് ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാൻ ഇത്രയും ദിവസമായിട്ട് പറ്റിയിട്ടില്ല. എന്നാൽ നല്ല ഭൂരിപക്ഷത്തിന് അവർ ജയിച്ചു, 102 സീറ്റ് ഉണ്ട് അവർക്ക് UDF-ന്. എന്നിട്ടൊരു മുഖ്യമന്ത്രി സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവരൊക്കെ ഏത് കാലത്ത് എങ്ങനെയാണ് ഇത് മാറി മറിയുന്നത്? നടക്കുന്ന ഒരു കേസല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവരെ ഒന്നും BJP തകർക്കുക പ്രയാസകരമാണെന്ന് പറയുന്നത് വെച്ചാൽ അവരുടെ അടിത്തട്ട് മുതൽ അങ്ങ് മുകൾ വരെ വളരെ സിസ്റ്റമാറ്റിക് ആണ്, വളരെ അഡ്വാൻസ്. ഒരുപക്ഷെ സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. ഇതൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നതാണോ? എനിക്കൊന്ന് മൊസാദൊക്കെ ഇത് അറിയാന്നുണ്ടെങ്കിൽ അവരും കൂടെ കുമ്പിട്ടിട്ട് പോകും മോദിയൊക്കെ. നിങ്ങളാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം വേറെ ആരും ചെയ്യാത്തതാണത്.